കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കിൽ ബി.ജെ.പിക്ക് വലിയ ഷോക്കില്ലെങ്കിലും സി.പി.എമ്മിന് വല്ലാത്ത അടിയായി പോയി എന്നതാണ് പൊതുപ്രതികരണങ്ങൾ വ്യക്തമാകുന്നത്. സന്ദീപ് വാര്യർ സ്വാഗതം ചെയ്ത മുൻ നിലപാടിൽ മാറ്റം വരുത്തുകയാണ് സി.പി.എം നേതൃത്വം. അന്നത്തെ പരാമർശങ്ങൾ വ്യക്തിപരമെന്ന് പറഞ്ഞ് തടിയൂരുകയാണെന്ന് പാർട്ടി. മുൻ നിലപാട് തിരുത്തി വിദ്വേഷം പറയുന്ന ഒരാളെ സി.പി.എമ്മിലേക്ക് ക്ഷണിക്കില്ല എന്ന് പറയുന്നു എം.പി. രാജേഷ്. അതിപ്പോൾ ആരൊക്കെ വരുന്നു നോക്കട്ടെ. വരുന്നതിന് ഞങ്ങൾ ബന്ധപ്പെടുന്നൊന്നുമില്ല. വന്നാൽ സ്വീകരിക്കുമെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അദ്ദേഹം CPM-ൽ വന്നു കഴിഞ്ഞാൽ ഒരു കേഡർ എങ്ങനെയാണോ ഞങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ശരീരവും മനസ്സും ചെലവഴിക്കുന്നത്, അതേപോലെ തന്നെ വരുന്ന എല്ലാ ആൾക്കാർക്കും ആ സംരക്ഷണം ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരെടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളതാണ് പ്രധാനം. ഏത് വ്യക്തിയാവട്ടെ ആ നിലപാട് അറിഞ്ഞിട്ട് നമുക്കതിനെക്കുറിച്ച് പറയാം. നൂറുകണക്കിന് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ഒരാളെ കോൺഗ്രസ് തലയിൽ കൊണ്ട് നടക്കട്ടെ, ചുവന്ന് നടക്കട്ടെ, ഞങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത്തരമൊരാളെ എടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. കെ സ്റ്റെഫിൻ ഉണ്ട്. സ്റ്റെഫിൻ, നേരത്തെ പ്രശാന്തിലേക്കും റജീവ് ലൂക്കോസിലേക്കും പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇടപെടേണ്ടി വന്നത്. ഇപ്പോൾ എം.പി. രാജേഷ് പറഞ്ഞ നേരത്തെ നിലപാടും ഇപ്പോഴത്തെ നിലപാടും നമ്മൾ കണ്ടതാണ്. എ.കെ. ബാലന്റെ മുൻ നിലപാട്, എം.വി. ഗോവിന്ദന്റെ മുൻ നിലപാടും ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടോ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന്? സന്ദീപ് വാര്യർ വരില്ല എന്നറിഞ്ഞപ്പോൾ, കോൺഗ്രസിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗത്തെങ്കിലും അതിനെ മേക്കപ്പ് ചെയ്യാൻ എം.പി. രാജേഷ് ഉൾപ്പെടെയുള്ള ഇടതു നേതൃത്വം. അതിനൊപ്പം തന്നെ കോൺഗ്രസ് ഏത് തരത്തിലാണ് നേരത്തെ കോൺഗ്രസ് ഇത്രയധികം കടന്നാക്രമിച്ച ഒരു ബി.ജെ.പി. നേതാവിനെ സ്വീകരിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? രതീഷ്, CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിരോധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീർക്കേണ്ടി വരും. കാരണം ഏറ്റവും പ്രധാനമായും ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് CPM ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മറു ചോദ്യമായി കോൺഗ്രസ് ഉയർത്തുന്നത് സരിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരിക്കും. കാരണം സ്ഥാനത്തിന് വേണ്ടി മറുകണ്ഠം ചാടി വന്നയാളെ സ്ഥാനാർത്ഥിയാക്കിയ ഗതികേട് CPM-നുണ്ടാകില്ല എന്ന ചോദ്യത്തിന് കൃത്യമായി തന്നെ രാഷ്ട്രീയ വിശദീകരണം നൽകേണ്ടി വരും CPM-ന്. അതേ രീതിയിൽ അല്ലെങ്കിൽ പോലും BJP-യിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് വരുന്നത് അവർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ മേൽക്കൈയായിട്ട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ വലിയ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥിതിയിൽ BJP-യിൽ നിന്ന് തന്നെ സന്ദീപ് വാര്യരെ പോലുള്ള ഒരു നേതാവ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് കൃത്യമായി ഗുണം ചെയ്യുമെന്നൊരു കണക്കുകൂട്ടൽ കോൺഗ്രസിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യരെ കൃത്യമായി തന്നെ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന കാലങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. സന്ദീപ് വാര്യർ ഏതായാലും BJP-യിൽ അസ്വസ്ഥനായിരുന്നു. ആ അസ്വസ്ഥതയ്ക്ക് എങ്ങനെ പരിഹാരം കാണാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ളതാണ്. കൃത്യമായി അദ്ദേഹത്തിന് അവിടെ പ്രാധാന്യം ലഭിച്ചില്ല, അദ്ദേഹത്തിനെ അവഗണിച്ചു എന്നടക്കമുള്ള പല പരാതികൾ അദ്ദേഹത്തിന് BJP-യിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ സെറ്റിൽമെന്റ് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് ഇനി വരുന്ന കാലങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടിയൊക്കെ തന്നെ അതിന് കൃത്യമായി ഉത്തരം ലഭിക്കും. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടമാണ്. പാലക്കാട് സീറ്റ് ഏത് തരത്തിലും നിലനിർത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. കാരണം വയനാടും ചേലക്കരയും ജയിച്ചാൽ പോലും പാലക്കാട് നിലനിർത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. കാരണം കയ്യിലിരിക്കുന്ന ഒരു സീറ്റാണ്, ഒപ്പം വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സീറ്റ്. അവിടെ ആ സീറ്റ് നഷ്ടപ്പെടുത്തി കളയുക എന്നത് കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും ആകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കത്തിലൂടെ സന്ദീപ് വാര്യരെ കൊണ്ടുവന്ന് പല രീതിയിൽ ആ വോട്ട് വർധന ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമം ഉണ്ടാകും. ശരി, ഏതായാലും ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. അതിന്റെ ഗുണം ആർക്ക് കിട്ടും, ദോഷം കോൺഗ്രസിന് സംഭവിക്കുമെന്ന കാര്യത്തിലൊക്കെ അവിടുത്തെ വോട്ടർമാരും ഭാവി രാഷ്ട്രീയവും ഒക്കെയാണ് അക്കാര്യത്തിൽ വിലയിരുത്തൽ നടത്തേണ്ടത്. പ്രശാന്ത് കൃഷ്ണയും തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇത് BJP-യുടെ പാളയത്തിലെ ചർച്ചകളെക്കുറിച്ച് പറയുകയായിരുന്നു. സന്ദീപിന്റെ നിലപാട് ഇപ്പോൾ സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യമായി പരസ്യമായി വന്നപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനോട് ആദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണാം എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റ് നേതൃത്വത്തിനെതിരെയാണെങ്കിൽ സന്ദീപിനെതിരെ നടപടിയെടുക്കും, നടപടി ഉറപ്പാണ് എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത്. അല്ലാതെ ഞങ്ങൾ ആലോചിക്കട്ടെ, സംസാരിക്കട്ടെ എന്നൊരു പ്രതികരണം കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷേ പിന്നീട് RSSന്റെ ഉൾപ്പെടെ ഇടപെടലിൽ ഈ വിഷയം അല്പം നീണ്ടുപോയി. ചില സമവായ നീക്കങ്ങളൊക്കെ നടക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ചില നേതാക്കൾ പോയി കാണുന്നുമുണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ ക്ലൈമാക്സിൽ അപ്രതീക്ഷിതമായി സന്ദീപ് കോൺഗ്രസിലേക്ക് എത്തുകയുമാണ്. എത്രത്തോളം പ്രധാനമാണ് പാലക്കാട്ടെ രാഷ്ട്രീയത്തിലും ഒപ്പം ഇനിയുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകളിലുമൊക്കെ ഈ സന്ദീപിന്റെ കൂടുമാറ്റം?
രതീഷ്, സന്ദീപ് വാര്യർ കടുത്ത കോൺഗ്രസ് വിരുദ്ധനായിരുന്നു. കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസ് രാഷ്ട്രീയത്തെയെല്ലാം വിമർശിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ അതെല്ലാം അദ്ദേഹം ഇന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ BJP വെറുപ്പിൻ്റെ ഫാക്ടറിയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ താൻ ഇന്നലെ വരെ എന്തായിരുന്നു തൻ്റെ രാഷ്ട്രീയം അത് 100% തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് ഇന്നിപ്പോൾ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെട്ടിലായിരിക്കുന്നത് ഒരു തരത്തിൽ CPM ആണ്. കാരണം CPM-ന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ പൊളിഞ്ഞു പോയിരിക്കുന്നത്. CPM സന്ദീപ് വാര്യരെ CPM-ലേക്ക് എത്തിക്കാനുള്ള CPM നീക്കങ്ങൾ നടത്തി. അത് ഫലം കാണാതെ പോയി. അദ്ദേഹം ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോയി എന്ന് പറയുന്നത് തന്നെയാകും ശരി. ഇവിടെ സന്ദീപ് പൂർണ്ണമായും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും തള്ളിപ്പറഞ്ഞു വരുമ്പോൾ CPM ചരട് വലിച്ചുകൊണ്ടിരുന്നതും അത്തരമൊരു കാര്യത്തിന് തന്നെയാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെ CPM നേതാക്കളെല്ലാം വിമർശിക്കുമ്പോൾ, പ്രത്യേകിച്ച് മന്ത്രി എം പി രാജേഷ് വിമർശിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം അഭിലാഷ് മോഹന് നൽകിയ ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. ഈ സംഘപരിവാർ ആശയവുമായി നിലനിൽക്കുന്ന ആളുകൾ അവർ അതേ സ്ഥലത്ത് തന്നെ നിൽക്കണം എന്നൊരാഗ്രഹം, അല്ലെ അങ്ങനെ ഒരു നിലപാട് പാർട്ടിക്കില്ല. അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ CPM-ലേക്ക് വന്നിരുന്നെങ്കിൽ സന്ദീപ് വാര്യർ ശരിയായിരുന്നു, ഇതുപോലെ തള്ളിപ്പറഞ്ഞു വന്നിരുന്നെങ്കിൽ ശരിയായിരുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതേ എം പി രാജേഷ് തന്നെ ഇന്ന് പറയുകയാണ്, അദ്ദേഹം ഈ കോൺഗ്രസ് ഇത്തരം കാളിയന് കഴുത്തിലണിഞ്ഞ് നടക്കട്ടെ, അവർക്ക് പറ്റിയത് ഇതാണ് എന്ന് പറയുകയും സന്ദീപ് വാര്യർ ഒരു വർഗീയവാദി തന്നെയാണ് എന്ന നിലപാട് സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ CPM-ന് ഒരു സ്ട്രാറ്റജിക്കായുള്ള ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നു. കോൺഗ്രസിന് ഇത് രാഷ്ട്രീയ നേട്ടമെന്ന് പറയാവുന്ന ഒരു കാര്യം, അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP എന്ന പ്രചരണമാണ് CPM നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ BJP നാളെ കോൺഗ്രസ് എന്ന തരത്തിലേക്ക് മാറ്റാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന് വേണമെങ്കിൽ വിശദീകരിക്കും. ശരി, കുറഞ്ഞത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗത്തെങ്കിലും വളരെ പ്രധാനമാണ് സന്ദീപിന്റെ ഈ മാറ്റം. നേരത്തെ എങ്ങനെയാണോ പീസറിന്റെ കോൺഗ്രസുള്ള LDF-ലേക്കുള്ള മാറ്റം, CPM-ലേക്കുള്ള മാറ്റം, അതിനൊപ്പമോ അതിനേക്കാൾ വലുതുമായി അത് ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ സന്ദീപിന്റെ മാറ്റം. പാലക്കാട്ട് ത്രിവർണ്ണ ഷോൾ അണിഞ്ഞെത്തിയ സന്ദീപ് വാര്യർ സ്വീകരിക്കാൻ നിറചിരിയോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉണ്ടായിരുന്നു. ഇരു കൈയും നീട്ടിയാണ് സന്ദീപ് വാര്യർ സതീശൻ സ്വീകരിച്ചത്. അതേസമയം രാഹുൽ ഗാന്ധിയെ മാത്രമല്ല സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെയും നിശ്ചിതമായ ഭാഷയിൽ നേരത്തെ വിമർശിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർ. VD സതീശൻ പ്രതിപക്ഷ നേതാവിനെതിരെയും രൂക്ഷ ഭാഷയിൽ നേരത്തെ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് സന്ദീപ് വാര്യർ. ആ നിലപാട് മാറ്റിയാണ് ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ചേരുന്നത്. നേരത്തെ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് സന്ദീപ് പറഞ്ഞത് എന്ന പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഇടതുപക്ഷത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങളെന്ന് ധരിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധ ഭൗതിക ജാട കാണിക്കാൻ തട്ടിപ്പടത്താണ്. ഇവര് നേതാവുണ്ടല്ലോ സതീശൻ, പുസ്തകം വായനയാണ്. കാരണം കേരളത്തിൽ എന്താണ്, കേരളത്തിലൊരു ഇടതുപക്ഷ ബുദ്ധി ഒരു ജാടയുണ്ട്. പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ, എന്നിട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു റോളും നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ഞാൻ പറഞ്ഞു, ഈ ഇടതുപക്ഷ ജാർഖണ്ഡ് ഉണ്ടല്ലോ, ഈ ഇടതുപക്ഷ ലൈൻ ഉണ്ടല്ലോ കോൺഗ്രസിലെ, ഇതാണ് കോൺഗ്രസിനെ മുച്ചൂട് നശിപ്പിച്ചത്. വേറൊരാളുണ്ടല്ലോ നടക്കുന്നയാള്, ആ ആളെ ഉപദേശിക്കുന്നത് ഇവരെ പോലുള്ള ആളുകളാണ്.